അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഫ്രോൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനോഹരമായ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വാഹനത്തിലേക്ക് ഡെൽറ്റ പ്ലസിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. അമ്മാതിരി സൗണ്ട് ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ സിസ്റ്റം മാറ്റാൻ പറ്റും. കമ്പനി കൊടുത്തിരിക്കുന്ന അതേ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പാക്കേജ് പോലെ മുറയിൽ പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിലേക്ക് ആ പൈസ മുടക്കാം. നിങ്ങൾ വിചാരിക്കുന്നതിലും അധികം ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇത് നമ്മുടെ ഗ്യാരണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുക, ഡാമ്പിങ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് കേട്ടോ അത്. അതായത് ഇതുപോലെയാണ് നമ്മുടെ ഡാമ്പിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് റോളറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നല്ല പെർഫെക്ഷനായിട്ട് കാഴ്ചയ്ക്കുള്ള നല്ല കിടുക്കൻ ഭംഗിയെന്ന് തന്നെ പറയാം. ആ ടാർ ഷീറ്റ് കാര്യങ്ങൾ ഒട്ടിച്ച് നോർമൽ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് അത് ഇതേമാതിരി നമ്മൾ ഡോറിനോട് പറ്റിച്ചേർക്കുന്നത്. ഇരിക്കുന്ന 4 സ്പീക്കറുകളും നമ്മൾ ഊരി മാറ്റി. മാരുതിയുടെ ഈ ഒരു സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു സ്പീക്കർ പലരും നമ്മൾ ഇത് മാറ്റിൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് വരാറുണ്ട്. ഏറ്റവും നല്ല സാധനം ഇതാണ്, ഇത് മാറ്റിയിട്ടാണോ പൊട്ട സ്പീക്കറുകൾ പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ. ഇത് നിങ്ങൾക്ക് കയ്യിൽ പിടിച്ചാൽ തന്നെ അറിയാം. അത്രയും പാറ്റക്കനമുള്ള ഒരു ഏറ്റവും ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ്, ഒരു റേഡിയോ പർപ്പസിന് വേണ്ടി മാത്രം. ഇപ്പോഴുള്ള മിറർ സെൻട്രൽ ലോക്കിൽ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു മിററിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാർട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മുടെ ഫ്രോൺസിൻ്റെ വീഡിയോ തന്നെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ഫ്രോൺസുകൾ തന്നെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്. നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫ്രോൺസ് മാത്രം ചെയ്യുന്ന ഒരു ഷോപ്പാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മളെല്ലാ വാഹനങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കസ്റ്റമർ കൊണ്ടുവരുന്ന വാഹനങ്ങളിലല്ലേ ആക്സസറീസുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രം നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്നും ഫ്രോൺസിലേക്കുള്ള വീഡിയോസാണ്. ഇന്ന് നമുക്ക് ടോട്ടലി 3 ഫ്രോൺസ് ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ സമയം 2:30 അടുത്ത സമയമായി. ഒരു ഫ്രോൺസിലെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയി. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കസ്റ്റമർ കാര്യങ്ങളെല്ലാമായിട്ട് ഡീലിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം പടപടയും തീർന്നു. ആ വാഹനം കയറിപ്പോയി. ഇനി നമുക്ക് 2 ഫ്രോൺസ് ഉണ്ട്. 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഫ്രോൺസ്. ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട്. പാലക്കാട് നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത്. റിയർ എ സി ആക്ടിവേഷൻ, അതുപോലെ തന്നെ OE ഹാൻഡ് റെസ്റ്റ്, മിറർ ക്ലോസർ, വിൻഡോ ലോവർ, ബാക്ക് ബമ്പർ LED, ഹോൺ, അതുപോലെ തന്നെ ഡോർ ഗാർഡ്, സൈഡ് ബീഡിങ് ഒറിജിനൽ, റൂഫ് LED, ട്യൂട്ടർ. ഇത്രയും ഐറ്റംസ് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ വരുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. അപ്പോൾ ഓരോ ടെക്നീഷ്യന്മാരെ നമ്മളത് ഏൽപ്പിച്ച് കൊടുക്കും. കൃത്യമായിട്ട് അവരവരുടേതായ രീതിയിൽ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഡെൽറ്റ പ്ലസ് വാഹനവും ഫ്രോൺസാണ്. ഇതിലേക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്